السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. اللهم ربنا زدنا علما وفهما وعقلا واهدنا إلى سواء الصراط وادخلنا الجنة مع الأبرار. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കടം തിരിച്ചു വാങ്ങാൻ പറ്റുമോ? കൊടുത്ത കടം തിരിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അയാൾ മടക്കി തരുമ്പോൾ വാങ്ങാം. ആ കൊടുത്ത സാധനം അവിടെ തന്നെ ഉണ്ടാകുമ്പോൾ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പറ്റുമെന്നൊക്കെ പറഞ്ഞു, ചില നിബന്ധനയോട് കൂടെ. അത് കഴിഞ്ഞിട്ട് അങ്ങനൊന്നും അല്ല, കടം വാങ്ങിപ്പോയി അയാൾ തിരിച്ചു തരികയാണ്. അപ്പോൾ പല സാധനങ്ങളാണ് കടം വാങ്ങുക. നമ്മുടെ കാഴ്ചയിൽ ഇപ്പോൾ പൈസ മാത്രമേ കടം വാങ്ങാറുള്ളൂ. അങ്ങനെയല്ല, മൊബൈൽ കടം വാങ്ങുക, സോപ്പ് കടം വാങ്ങുക, കമ്പ്യൂട്ടർ കടം വാങ്ങുക. അങ്ങനെയൊക്കെ കടം വാങ്ങിയാൽ ആ കമ്പ്യൂട്ടർ തന്നെ തിരിച്ചു കൊടുക്കൂലല്ലോ. അതിന് കടം വാങ്ങുക എന്ന് പറയില്ലല്ലോ. അതിന് പിന്നെ വായ്പ വാങ്ങുകയെന്നോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാങ്ങുക എന്നൊക്കെ പറയാം. കടം വാങ്ങുക അറിയുമ്പം അതല്ല തിരിച്ചു കൊടുക്കുക, തിരിച്ച് തുല്യമായതാണ്. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ പറയണം, വലാജിബ് കബൂലു റജി അനിൽ ജദ്ജിദി വല കബൂലുൽ മിസ്ലിഫി ഗൈരി മഹലിൽ ഇഖ്റാർ. കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഒന്ന് നന്നായിട്ട് മനസ്സ് ഫ്രീ ആക്കിയിട്ട് ഒന്ന് കേൾക്കണം. ആദ്യം ഒന്നുമില്ല, മുന്തിയ സാധനം കൊടുത്താൽ അതിന് താഴ്ന്ന സാധനം സ്വീകരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. അത് ക്ലിയർ അല്ലേ? ക്ലിയറാണ്. റദീ എന്ന് പറഞ്ഞാൽ താഴ്ന്നത്, ജയ്യിദ് എന്ന് പറഞ്ഞാൽ മുന്തിയത്. എഴുതി വെക്കാം. ഇനി നമ്മൾ ഒരു നാണയമാണ് കൊടുത്തത് നിൽക്കുക. അപ്പോൾ നാണയത്തിന് പകരം നാണയം തന്നെ തരണമല്ലോ. അല്ലെങ്കിൽ അരിയാണ് കടം കൊടുത്തതെങ്കിൽ അരി തന്നെ തരണം. അത് എവിടെയാണോ കടം കൊടുത്തത് അവിടെ നിന്ന് തന്നെ തരണം എന്നാണ്. മറ്റൊരു സ്ഥലത്തുനിന്ന് തന്നാൽ സ്വീകരിക്കൽ നിർബന്ധമല്ല. വലാ ഖബൂലുൽ മിസ്ലി ഫി ഗൈരി മഹല്ലിൽ ഇഖ്റാദി. കടം കൊടുത്ത സ്ഥലമല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് മിസിൽ സ്വീകരിക്കലും നിർബന്ധമില്ല. ഇൻകാന ലഹു ഖറദുൻ സഹീഹുൻ. അവനെന്തെങ്കിലും കടം കൊടുത്തവന് ഒരു ശരിയായ ഉദ്ദേശം ഉണ്ടെങ്കിൽ സ്വീകരിക്കാതിരിക്കുന്നതിലേ. നിങ്ങളെന്നോട് കടം വാങ്ങിപ്പോയത് കൊണ്ടോട്ടിയിൽ നിന്നാണ്, മുണ്ടംപറമ്പിൽ നിന്നാണ്. നിങ്ങളെനിക്ക് തരുന്നതോ അത് തിരൂരിൽ നിന്നാണ്. പറ്റൂല, എനിക്ക് പറ്റില്ല എന്ന് പറയണം. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിലുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും ആ പൈസ അങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ. അപ്പം അവൻ അതിലെന്തെങ്കിലും ശരിയായ ഒരു ഉദ്ദേശവും ലക്ഷ്യവും കാരണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു സ്ഥലത്തുനിന്ന് സ്വീകരിക്കൽ ജായിസല്ല, നിർബന്ധമല്ല. എനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഉദാഹരണം, അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണം? ഞാൻ തിരൂരിൽ നിന്നാണ്, ഞാൻ നാട്ടിൽ നിന്നാണ് ഒരു കിൻഡൽ അരി കടം കൊടുത്തത്, എനിക്ക് തരുന്നത് തിരൂരിൽ നിന്നാണ് അല്ലെങ്കിൽ കൊണ്ടോട്ടിയിൽ നിന്നാണ്. അയാളത് വഹിക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടി ചാർജ് വഹിക്കണം. അങ്ങനെ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ എന്നോട് കടം വാങ്ങിയത് മുണ്ടംപറമ്പിൽ നിന്നാണെങ്കിൽ പോലും, എൻ്റെ നാടാണ് മുണ്ടംപറമ്പ്, കീശ്ശേരി അടുത്ത്, അതുകൊണ്ട് മുണ്ടംപറമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് തരാൻ ചെറിയ പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് കള്ളന്മാരും കവർച്ചക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്ന് തരാം. അങ്ങനെ മനസ്സിലായില്ലേ? ഔക്കാനൽ മൗലി മഹൂഫൻ. ഇനി കഅൻകാനലി നഖ്ലിഹി മുഅനത്തുൻ. അത് നീക്കം ചെയ്യുന്നതിന് ചിലവുണ്ടാകും പോലെ. ചിലവ് പറഞ്ഞാൽ കൂലി ഓട്ടോറിക്ഷക്കോ ലോറിക്കോ ഒക്കെ വിളിച്ചു കൊണ്ടുവരണം, അത് ചിലവാണ്. അപ്പം പിന്നെ എങ്ങനെ വേറെ സ്ഥലത്തുനിന്ന് കടം വീട്ടുക? വലം യതഹമ്മൽ ഹൽ മുഖ്തരിദു. ആ ചിലവാണെങ്കിൽ, അധിക ചിലവാണെങ്കിൽ
കടം കൊടുത്ത ആൾ വഹിക്കുന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഔക്കാനൽ മോദിയു മഹൂഫൻ, അല്ലെങ്കിൽ ആ സ്ഥലം ഏതാണ്, പേടിക്കപ്പെടുന്നതാണെങ്കിൽ. ചിലവൊന്നുമില്ല കൊണ്ടുവരാൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വല്ല ചിലവൊന്നുമില്ല, ഒക്കെ കണക്ക് തന്നെയാണ്. പക്ഷേ പേടിക്കപ്പെടുന്നതാണ്, അവിടെ പേടിക്കപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങൂല. അടുത്തൊരു കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് എനിക്ക് തരുന്നത്, പക്ഷേ ആ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അങ്ങനെ ഒരു നിർഭയമായൊരു സ്ഥലമല്ല. അങ്ങനെ ആവുമ്പോഴും എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചിലവില്ലെങ്കിൽ പോലും എനിക്ക് വാങ്ങൽ നിർബന്ധമല്ല. ഔ കാനൽ മൗദിയു മഹൂഫൻ, അല്ലെങ്കിൽ സ്ഥലം ഭയപ്പെടുന്ന സ്ഥലമാണെങ്കിലും. ഇനി ഞാൻ നിങ്ങൾക്ക് കടം തന്നത് മുണ്ടമ്പറമ്പിൽ വെച്ചാണ്. ഞാൻ പറയുകയാണ് എനിക്ക് കൊണ്ടോട്ടിന്ന് തരണം, കൊണ്ടോട്ടിന്ന് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതും നിർബന്ധമല്ല. വലായിൽസമുൽ മുഖത്തരിത, കടം വാങ്ങിയവന് നിർബന്ധമില്ല. അദ്ഫഉ, തിരിച്ചു നൽകൽ. ഫീ ഗൈരി മഹല്ലിൽ ഇഖ്റാദി, കടം നൽകിയ സ്ഥലത്തല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് തിരിച്ചു കൊടുക്കലും നിർബന്ധമല്ല. ഇല്ല ഇദാ ലം യകുൻ ലിഹംലിഹി മുഅനത്തുൻ. പക്ഷേ മറ്റൊരു സ്ഥലത്ത് വെച്ച് തന്നെ എനിക്ക് തരേണ്ടി വരും. അങ്ങോട്ട് ചുമന്നു കൊണ്ടുവരുന്നതിന് പ്രത്യേകമായ ചിലവൊന്നുമില്ലെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്, എൻ്റെ മുണ്ടമ്പറമ്പ് വെച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഞാൻ പറഞ്ഞാൽ കൊണ്ടോടി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക ചിലവൊന്നും അധികമല്ലല്ലോ, അപ്പോൾ എനിക്ക് കൊണ്ടോടി തരണം. മറ്റൊരു സ്ഥലത്ത് എനിക്ക് തരൽ നിർബന്ധമില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? അങ്ങോട്ട് പ്രത്യേകമായിട്ട് കൊണ്ടുപോകുന്നതിന് ചിലവുണ്ടെങ്കിലാണ്. ഇദാലമേക്കുല്ലി ഹംലിഹി മുഅനത്തുൻ, അതിനെ ചുമക്കുന്നതിന് പ്രത്യേകമായ ചിലവില്ലെങ്കിൽ ഒഴികെ. അപ്പോൾ പിന്നെ ചിലവൊന്നുമില്ലെങ്കിൽ സ്ഥലം മാറി ഞാൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ തരണം. ഇദാലമേക്കുൻ, ഇല്ലെങ്കിൽ ഒഴികെ, ലി ഹംലിഹി, അത് ചുമക്കുന്നതിന്, മുഅനത്തുൻ, ചിലവ് ഇല്ലെങ്കിൽ ഒഴികെ. മറ്റൊന്ന്, അല്ലെങ്കിൽ ഞാൻ മുണ്ടമ്പറമ്പിൽ നിന്നാണ് നിങ്ങൾക്ക് കടം തന്നത്, ഞാൻ പറഞ്ഞു എനിക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് തരണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരൂല, എനിക്കത് ചിലവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചിലവ് ഞാൻ വഹിച്ചോളാന്ന്, അപ്പോൾ എനിക്ക് തരണം. ഔലഹ മോനത്തുൻ, അല്ലെങ്കിൽ ചുമന്നു കൊണ്ടുപോകുന്നതിന്, അതിനെ എത്തിക്കുന്നതിന് എന്തുണ്ട്, ചിലവുണ്ട്. പക്ഷേ വത്തഹമ്മലഹൽ മുഖ്രിദു, കടം കൊടുത്ത ആൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിലും ഒഴികെ. ശരി, ഇവിടെ മറ്റൊരു വിഷയം കൂടെ ഉണ്ട്, ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കടം കൊടുത്ത സ്ഥലത്തല്ലാതെ, ഞാൻ കടം തന്നത് മുണ്ടമ്പറമ്പ് എന്നാണെങ്കിൽ ഞാൻ കൊണ്ടോട്ടിയിൽ നിന്ന് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അതിന് ചിലവുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് തരൽ നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ വഹിക്കണം, കൊണ്ടോട്ടിയിൽ നിന്നേക്ക് എത്തിച്ചു തരുന്നതിനുള്ള ചിലവ് ഞാൻ വഹിക്കണം. ഞാൻ ചിലവ് വഹിക്കാൻ തയ്യാറുമല്ല. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടോട്ടിക്ക് എത്തിച്ചു തരാൻ ബുദ്ധിമുട്ടുമുണ്ട്. ഞാനാണെങ്കിൽ നിങ്ങളോട് എന്ത് പറയുന്നുണ്ട്, കൊണ്ടോട്ടിക്ക് എത്തിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു പോംവഴിയുണ്ട്, അതിൻ്റെ പൈസ തരാൻ പറയാം. സാധനം വേണ്ട, പൈസ ആക്കുക. മിസ്രിയായ സാധനത്തിന് മിസ്രി തന്നെ വേണ്ട, അരിക്ക് അരി തന്നെ വേണ്ട. അപ്പോൾ ഞാൻ പറയാം അരി വേണ്ട, അതിന് പൈസ തന്നീന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്തില്ല, അതിനെ നക്കല് ചെയ്യാൻ, അരി കൊണ്ടുപോകാനൊക്കെ പൈസ ചിലവുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് തരാനുള്ളത് അരിയാണെങ്കിലും പകരം പൈസ എനിക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ എനിക്ക് കൊണ്ടോട്ടി വെച്ച് തന്നെ അയാൾ തരികയും വേണം. മനസ്സിലായോ? നിങ്ങളെന്നോട് കടം വാങ്ങിയത് അരിയാണ്, അത് മുണ്ടമ്പറമ്പിലാണ് നിങ്ങളെനിക്ക് ഏൽപ്പിച്ച് തരേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് ഏൽപ്പിച്ച് തരണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊണ്ടോട്ടിക്ക് പോകാൻ വേറെ അധികം ചിലവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തരൂല, എന്നാൽ പിന്നെ നിങ്ങൾ പൈസ എന്നാണ് എന്നറിയാം. പൈസ കൊണ്ടോട്ടിയിൽ നിന്ന് തരാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നേ പറ്റൂ. അതാണ് ഈ പറയുന്നത്. ലാക്കിൻ, പക്ഷേ, ലഹു മുഖരിത്, കടം നൽകിയവനുണ്ട്, മുതാലബത്തുഹു, കടം വാങ്ങിയവനോട് ആവശ്യപ്പെടാം. ഫീ ഗൈരി മഹല്ലിൽ ഇഖ്റാദി, കടം നൽകിയ സ്ഥലത്തല്ലാത്ത സ്ഥലത്ത് വെച്ച് തന്നെ ആ വസ്തു നൽകണമെന്ന് ആവശ്യപ്പെടാം. ബി ഖീമത്തിൻ ബി മഹല്ലിൽ ഇഖ്റാദി, വില ആവശ്യപ്പെടാം. ഏത് വില? ഇഖ്റാദിൻ്റെ മഹല്ലിലുള്ള വില. ഈ അരിക്ക് ഞാൻ മുണ്ടമ്പറമ്പ് വെച്ചിട്ടാണല്ലോ കൊടുത്തത്, അവിടെയുള്ള വില. എപ്പോഴുള്ള വില? വഖ്തൽ താലബത്തി,
ആവശ്യപ്പെടുന്ന സമയത്ത്, ഇപ്പോൾ ഈ കടത്തിന് പകരം ഈ പൈസ തരണമെന്ന് പറയുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സമയത്ത് അരിക്ക് എത്രയാണോ വില, ആ വില തരാൻ പറയാം. ഇപ്പോൾ കൊണ്ടോട്ടിയിൽ വെച്ച് എനിക്ക് അരിക്ക് പകരം പൈസ തരികയാണെങ്കിൽ എങ്ങനെ അരിക്ക് വില കണക്കാക്കേണ്ടത്? ഞാൻ കൊണ്ടോട്ടിയിൽ എനിക്ക് ഏൽപ്പിച്ച് തരണം എന്ന്, പൈസ തരണമെന്ന് പറയുന്ന സമയത്ത് അരിക്ക് എത്രയാണോ വില ഉണ്ടാവുക, ആ വില, അല്ലാതെ അതിന് മുമ്പുള്ള വില അല്ല നോക്കേണ്ടത്. ബിഖീമത്തിൻ ബി മഹല്ലിൽ ഇഖ്റാദി വഖ്തൽ മുതാലബത്തി, ആ അരിക്ക് കൊണ്ടോട്ടിയിലുള്ള വില അല്ല നോക്കേണ്ടത്, മുണ്ടമ്പറമ്പിലുള്ള വില എത്രയാണോ, എപ്പോഴുള്ള വില, ഈ പൈസ എനിക്ക് പകരം പൈസ തന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ ആവശ്യപ്പെടുന്ന സമയത്ത് കടം കൊടുത്ത സ്ഥലത്തുള്ള അതിൻ്റെ വില എത്രയാണോ ആ വില നൽകാൻ വേണ്ടി ആവശ്യപ്പെടാം. അപ്പോൾ അരിക്ക് പകരം അരി തരുന്നതിന് പകരം ഇസ്തിബ്ദാൽ, വില വാങ്ങുകയാണ്, അത് പറ്റും. ഏതിൽ? ഫിമാലി നഖ്ലിഹി മൂലത്തിന്, അതേത് വിഷയത്തിലാണ് നീക്കം ചെയ്യുന്നതിന് ചിലവുണ്ട്. വലം യതഹമ്മൽ ഹൽ മുഖ്രിളു, കടം നൽകിയവൻ അത് വഹിക്കാൻ തയ്യാറുമാകാത്തതിൽ, സന്ദർഭത്തിൽ. അപ്പോൾ അരിക്ക് പകരം പൈസ വാങ്ങാൻ പറ്റുമോ, ഖീമത്ത് വാങ്ങാൻ പറ്റുമോ, വില വാങ്ങാൻ പറ്റുമോ? പറ്റും. ലി ജവാസിൽ ഇഅ്തിയാദി അൻഹു, ഈ കടത്തിന് പകരമാക്കൽ ജായിസാണല്ലോ. കടത്തിൻ്റെ സാധനത്തിന്, മിസ്രി ആ സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പകരമാക്കൽ ജായിസാണല്ലോ. കടം കൊടുത്ത സാധനത്തിനെ തൊട്ട് ഇഅ്തിയാദ്, പകരം മറ്റൊന്നിനെ സ്വീകരിക്കൽ ജായിസാണല്ലോ. ഓക്കെ. നമ്മൾ ബൈൻ്റെ പാഠത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വജാസസ്തിബ്ദാലുൻ അൻ സമനിൻ, വിലക്ക് പകരം മറ്റൊരു സാധനം വാങ്ങാം. വഅൻദൈനിൻ, കടത്തിന് പകരവും മറ്റൊരു സാധനം വാങ്ങാം. അപ്പോൾ നമ്മൾ കടം കൊടുത്തിരുന്നത് അരിയാണെങ്കിൽ എന്ത് ചെയ്യുക, ഗോതമ്പിന് പകരം വാങ്ങാം എന്നൊക്കെ പറഞ്ഞത്. ഖർള്, ഉജ്റത്ത്, സ്വദാഖ്, ഇതിനൊക്കെ പകരം വാങ്ങാമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സൂചിപ്പിക്കുന്നത്. ലി ജവാസിൽ ഇഅ്തിയാദി അൻഹു, നൽകിയത് പൈസയാണെങ്കിൽ പകരം എന്ത് ചെയ്യുക, എനിക്ക് ഡോളർ തരണമെന്ന് പറയാം, തേങ്ങ തരണമെന്ന് പറയാം, ഇതൊക്കെ ജായിസാണല്ലോ. ഇനി അടുത്തത്, കടം കൊടുക്കുന്നിടത്ത് ചിലപ്പോൾ പലിശയൊക്കെ വരാറുണ്ട്. ഈ വട്ടിപ്പലിശ എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെ നിബന്ധന വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം സ്വീകരിക്കലും കൊടുക്കലും ഹറാമാണ്, അത് പലിശയാണ്. കടം വാങ്ങിയ ആൾക്ക് മുഖ്തരീദിൽ നിന്ന് കടം കൊടുത്ത ആൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഷർത്ത് വെച്ചിട്ടില്ലെങ്കിൽ സ്വീകരിക്കാം. ഷർത്ത് വെച്ചാൽ പറ്റില്ല, നിബന്ധന, ഇടപാടിൽ തന്നെ നിബന്ധന വെച്ചാൽ പറ്റില്ല. അല്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങളോട് ₹1,00,000 കടം വാങ്ങി, ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് ഒരു 1,50,000 തന്നു, അല്ലെങ്കിൽ വെള്ളി ഒരു പാവം വാങ്ങിയതിന് ഞാൻ 1.5 പാവം വന്നു, അല്ലെങ്കിൽ താന്ന സാധനമായിരുന്നു ഞാൻ കടം തന്നിരുന്നു, നിങ്ങൾ എനിക്ക് മുന്തിയത് തന്നു, ഇതൊക്കെ പറ്റും. വജാസിൽ മുഖ്റിദിന്, കടം കൊടുത്തയാൾക്ക് അനുവദനീയമാണ് നഫ്ഉൻ, എന്തെങ്കിലും ഉപകാരം സ്വീകരിക്കൽ. എങ്ങനത്തെ ഉപകാരം? യസ്ലുഹു, അവനിക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഉപകാരം കൊണ്ട് ഉപകരിക്കൽ ജായിസാണ്. ഉദാഹരണം കറദ്ദിസാഇദി ഖദ്റൻ ഔ സിഫത്തൻ, അളവിലോ ഗുണത്തിലോ അധികമുള്ളതിനെ തിരിച്ചു ലഭിക്കും പോലെ. കറദ്ദിസാഇദി ഖദ്റൻ ഔ സിഫത്തൻ, അളവിൽ 1/2 കിലോനെ കൊടുത്തിരുന്നതിന് 1 കിലോ തന്നു, അല്ലെങ്കിൽ നല്ല സാധാ അരിയെ കടം കൊടുത്തിരുന്നതിന് നല്ല ബിരിയാണി അരി തന്നു, അതാ സിഫത്ത്. അങ്ങനെ സായിദിനെ മടക്കും പോലെ ഇതൊക്കെ പറ്റും. അതിൽ അജ്വതി അനി റദിഗി, താന്നതിനെ തൊട്ട് മുന്തിയതൊക്കെ പോലെ. ഇത്തരം മുഖ്തരിദിൽ നിന്ന്, കടം വാങ്ങിയവനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം മുഖ്തരിദിന് സ്വീകരിക്കൽ അനുവദനീയമാണ്. പക്ഷേ ഒരൊറ്റ ഷർത്തുണ്ട്, ബിലാ ഷർത്തി ഫിൽ അഖ്ദി, ഇടപാടിൽ ഷർത്ത് വെക്കരുത്. ഇടപാട് പറഞ്ഞാൽ ഞാൻ വിറ്റു വാങ്ങി അല്ലെങ്കിൽ കടം തന്നു സ്വീകരിച്ചു എന്ന് പറയുന്നിടത്ത് അവിടെ നിബന്ധന വെക്കരുത്. ബലിയുസന്നതായിരിക്കും. അങ്ങനെ നിബന്ധന വെക്കാതെ എന്തെങ്കിലുമൊക്കെ വർധനവ് നൽകുന്നത് സുന്നത്താണ്. ലി മുഖ്തരിദിന്, ആർക്ക് സുന്നത്താണ്? കടം വാങ്ങിയവന്. ലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഖിയാറക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ, അഹ്സനുക്കും ഖദാൻ, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ കടം വീട്ടുന്നവരാണ്. നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. നമ്മളൊക്കെ എത്ര സുഹൃത്തുക്കളൊക്കെ നമ്മളെ സഹായിക്കും, 1,00,000 2,00,000 തന്നിട്ട് അത് കറക്റ്റാക്കിയിട്ട് ചോദിച്ച സമയത്തായിട്ട് കൊടുക്കില്ല, എന്നാൽ തന്നെ കറക്റ്റാക്കിയിട്ട് കൊടുക്കും. അത് ഉത്തമന്മാരായ ആളുകളുടെ അടയാളമല്ല. നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ ഏറ്റവും നന്നായി കടം വീട്ടുന്നവരാണ് എന്നാണ്.
വലായിക്രഹുലിൽ മുഖരിദ് അഹ്ദുഹു. അങ്ങനെ വരുമ്പോൾ കടം നൽകിയ ആൾക്ക് അത് സ്വീകരിക്കൽ കറാഹത്തും ഇല്ല. ഏതുപോലെ ശ്രദ്ധിക്കണം, കബൂരി ഹദിയത്തി, അയാൾ നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കും പോലെ. ഷർത്തൊന്നും വെച്ചിട്ടില്ല. നിങ്ങളെന്നോട് 1,00,000 റുപ്യ കടം വാങ്ങിപ്പോയി, നിങ്ങളിടക്കിടയ്ക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ഹദിയായിട്ട് എൻ്റെ വീട്ടിൽ കൊടുത്തേക്കും, സ്വീകരിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ട് ഹദിയ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നോട് കടം വാങ്ങിയതുകൊണ്ടാണ്, ഞാൻ കടം ചോദിക്കാതിരിക്കാൻ ആണ്, അല്ലെങ്കിൽ കടത്തിന് അവധി കിട്ടാനാണെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും ആ ഹദിയ സ്വീകരിക്കാവുന്നതാണ്. വലോ ഫിർ റിബവിയ്യി, റിബവിയായ വസ്തുവിൽ വരെ അത് ജായിസാണ്. ഭക്ഷണം, നാണയം, ഇതാണല്ലോ സ്വർണം, വെള്ളി, ഭക്ഷണം, ഇതാണല്ലോ റിബവിയ്യ്. ഇതിൽ വരെ സുന്നത്താണ്, കറാഹത്തില്ല. മുഖരിദിന് സ്വീകരിക്കുക, അരിക്ക് പകരം കൂടുതൽ അരി തന്നു, അരിയാണ് കടം കൊണ്ടുവരുന്നത്, സ്വർണ്ണമാണ് കൊണ്ടുവരുന്നത്, അപ്പോൾ തിരിച്ച് സ്വർണം തന്നാലും എനിക്ക് സ്വീകരിക്കാം, സുന്നത്താണ്, കറാഹത്തില്ല. സാധാരണ അങ്ങനെയല്ല നിയമം. അരിക്ക് പകരം വിൽക്കുമ്പോൾ തുല്യമായിരിക്കണം, അളവ് തുല്യമായിരിക്കണം, ഇടപാട് സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുറിഞ്ഞിരിക്കണം, കടം പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇവിടെ കടം കൊടുക്കുന്നിടത്ത് അത് പറ്റും. അപ്പോൾ ഒരാൾ 1,00,000 കടം കൊടുത്തോട്ട് 1,50,000 കൊണ്ടുവന്നാൽ ഞാൻ 1,50,000 ഞാൻ നിനക്ക് തന്നു, ഞാൻ സ്വീകരിച്ചു എന്ന് വേറെ പറയണോ? വേണ്ട. ലൗജഹു, പ്രബലം, അന്നൽ മുഖരിള, കടം നൽകിയ ആൾ യംലിക്കു സായിദ്, അധികമായി ലഭിച്ചതിന് ഉടമയാക്കും, മിൻ ഗൈരി ലഫ്ദിൻ, ഈജാബോ കബൂലൊന്നുമില്ലാതെ തന്നെ. യന്നഹു വക്ക, കാരണം അത് സംഭവിച്ചത് തബാൻ, മറ്റൊന്നിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ. കടാണല്ലോ അസില്, പിന്നെ 50,000 കൂടി എന്നുള്ളതല്ലേ. അപ്പോൾ കടം വീടുന്ന കൂട്ടത്തിൽ അതോടെ ഈജാബും കബൂലൊക്കെ ബിത്തബാവ് കഴിയും. വായുതൻ മാത്രമല്ല, ഫൗ ഇഷ്ബിയുൽ ഹദിയത്ത, ഹദിയയോടാണ് തുല്യമായി നിൽക്കുന്നത്. 1,00,000 വാങ്ങിയ ആൾ 1,50,000 അല്ലെങ്കിൽ 1,10,000 തരുമ്പോൾ ഒരു ഹദിയക്ക് തുല്യമാണത്. ഹദിയ വാങ്ങുന്നിടത്ത് എന്തില്ല, സമ്മാനം നൽകുന്നിടത്ത് വാക്കൊന്നും നിർബന്ധമല്ല. അതങ്ങോട്ട് വെക്കുക, വാങ്ങുക, സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്തില്ല, ഹദിയക്ക് എന്തില്ല, സ്വീകമല്ല, ഈജാബ് കബൂൽ എന്ന ഷർത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ 1,00,000 വാങ്ങിയിട്ട് 1,50,000 തരുന്നിടത്ത് അധികമുള്ള 1,50,000 ഉണ്ടല്ലോ, അതിന് ഹദിയക്ക് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അമൽ ചെയ്യാൻ തുടങ്ങണം. നമ്മളൊരു 500 കടം വാങ്ങിയാൽ 550 തിരിച്ചു കൊടുക്കുന്നൊരു സ്വഭാവത്തേക്ക് വേണം. അത് ഇൽമനുസരിച്ച് അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഖിയാറക്കും ഹസനക്കും. അപ്പോൾ ഈ കിതാബ് പഠിക്കുന്ന നിങ്ങൾക്കൊരു ബാധ്യതയാണ് ഇതൊക്കെ അമൽ ചെയ്യുക എന്നുള്ളത്. ആരായാലും അതൊക്കെ വലിയ മനുഷ്യന്മാരിപ്പോൾ കുടുങ്ങാനുള്ള കാരണം എന്താ അറിയോ? കടം കൊടുത്താൽ കിട്ടൂല, ഒന്ന് വാക്ക് പാലിക്കൂല, പിന്നെ കിട്ടുകയാണെങ്കിൽ തന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. യാതൊരു നേട്ടവും കടം കൊടുത്താൽ കിട്ടൂല. അയാളെ പൈസൻ്റെ മൂല്യമൊക്കെ പോയിട്ടുണ്ടാവും. ഇവൻ്റെ പൈസ കൊണ്ട് അവൻ 1,00,000 കൊടുത്തിട്ട് 2,00,000 അവൻ നേടിയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ അതിന്നൊരു 10 ഇവന് കൊടുത്തൂടെ? ആരും കൊടുക്കൂല. മനുഷ്യൻ പിസ്കനാണ്. അതിനകത്ത് പുണ്യം ചെയ്യാൻ മനുഷ്യന് മടിയാണ്. അതിനൊക്കെ ശരിക്കും ചൂഷണം എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും ഈ കടം കൊടുത്തവൻ അതിൻ്റെ കൂലിയൊക്കെ കിട്ടുമൊക്കെ റെഡിയാണ്. പക്ഷേ ഇവനും കൂലി കിട്ടിയൂടെ? വാങ്ങുന്ന ആൾക്ക് കൂലി കിട്ടൂലല്ലോ. വാങ്ങുന്ന ആൾക്ക് കൂലി കിട്ടണമെങ്കിൽ തിരിച്ച് അയാൾ എന്തെങ്കിലും അധികമായിട്ട് കൊടുക്കട്ടെ. ഒരു നന്മക്ക് തിരിച്ചൊരു നന്മ ചെയ്യലല്ലേ ഇഹ്സാൻ. നമുക്കൊരു നന്മ ചെയ്താൽ തിരിച്ച് അങ്ങോട്ടൊരു നന്മ ചെയ്യണ്ടേ? ഒരു കടം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. വെറുതെ വാങ്ങാൻ നമുക്ക് മടിയായിരിക്കും, കടം വാങ്ങാൻ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഏറെ കൊടുത്താൽ എന്താ, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖൗലിനനുസരിച്ചു അതിന് വലിയ കൂലിയും കിട്ടും, നമുക്കതിന് ബർക്കത്തും ഉണ്ടാവും. അപ്പം നിങ്ങൾ ചോദിക്കും വലിയ അടങ്ങാറായി കുടുങ്ങിയിട്ടേക്കാരം കടം വാങ്ങുകയെന്ന്. കടം തന്നില്ലെങ്കിൽ അതിലും വലിയ കൊടുക്കുന്നുണ്ടാവില്ലേ? ശരി, ഇനി മറ്റൊന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊരഭിപ്രായം, വാന്നൽ മുഖ്തരില്ല വല്ല ഔജഹു എന്നുള്ള എനിക്ക് ബാക്കി. കടം വാങ്ങിയ ആളെന്താക്കി 1,00,000 ഉള്ളതിന് 1,50,000 തിരിച്ചു കൊടുത്തു, 1,10,000 തിരിച്ചു കൊടുത്തു. പിന്നെ തർക്കായി. പിന്നെ വന്നയാൾ പറഞ്ഞു ഞാൻ 1,00,000 തരാനുള്ളൂ, 1,10,000 വിചാരിച്ച് തന്നതാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ മറ്റേയാൾ പറഞ്ഞു അല്ല എനിക്ക് 1,10,000 തരാണ്ട് എന്ന് പറഞ്ഞു. ആരതാ സ്വീകരിക്കുക? അവിടെ ആ കൊടുത്ത ആൾ തന്നെ സ്വീകരിക്കുക. അവൻ സത്യം ചെയ്യണം, എന്നിട്ട് ആ 10,000 തിരിച്ചു വാങ്ങണം. പിന്നെന്താണ് പ്രബലം? വാന്നൽ മുഖ്തരിൽ, ആ കടം വാങ്ങിയാൾ ഇതാ ദഫ, അയാൾ നൽകിയാൽ അക്സറ മിമ്മ അലൈഹി, അയാളുടെ മേൽ ബാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ നൽകിയാൽ, അക്സറ മിമ്മ അലൈഹി, അയാൾക്ക് ബാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ നൽകിയാൽ, വദ്ദ, എന്നിട്ട് അയാൾ ബാധിച്ചു, അന്നഹു, നിശ്ചയം അയാൾ, ഇന്നമാ ദഫഅദാലിക, അത് നൽകിയത് ലന്നൻ, വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. എന്ത്? അന്നഹു, അധികമുള്ളത്, അല്ലദീ അലൈഹി, അവൻ്റെ മേൽ ബാധ്യതയുള്ളതാണ്,
അന്നഹുല്ലദീ അലൈഹി, അത് അവന് ബാധ്യതയുള്ളതാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊടുത്തത് എന്നും പറഞ്ഞാൽ ഹലഫ, അവൻ സത്യം ചെയ്യണം. റജാഫിഹി, അതിലവൻ തിരിച്ചു വാങ്ങുകയും ചെയ്യണം. ശരി, അപ്പോൾ ഷർത്തില്ലാതെ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിയാൽ ഇത് വാങ്ങാൻ കൊടുക്കുക സുന്നത്താണ്. ശരി, നമുക്കത് അർത്ഥം വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വലാജിബ് ഖബൂലു റദീ അൻ ജയ്യിദി, മുന്തിയതിന് പകരം താഴ്ന്നത് സ്വീകരിക്കൽ നിർബന്ധമല്ല. വലാ ഖബൂലുൽ മിസ്രി, തുല്യമായത് സ്വീകരിക്കലും, തുല്യമായത് സാധനം മിസ്രിയാണെങ്കിൽ മിസ്രിനെ സ്വീകരിക്കൽ നിർബന്ധമല്ല. ഫീ ഗൈരി മഹല്ലിൽ ഇഖ്റാദി, കടം കൊടുത്ത സ്ഥലത്തല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട്. എപ്പോൾ ഇൻകാന ലഹു ഖറദുൻ സഹീഹുൻ, അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്നതിൽ മുഖ്രിദിന് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടെങ്കിൽ. ക അൻകാൻ നഖ്നിഹി മുഅനത്തുൻ, ഉദാഹരണം അത് നീക്കം ചെയ്യുന്നതിന് ചിലവുണ്ട്, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചിലവുണ്ട്. വലം യതഹമ്മൽഹൽ മുഖ്തരിദ്, കടം വാങ്ങിയാളത് സ്വീകരിക്കാനും തയ്യാറല്ല. അല്ലെങ്കിൽ ഔഖാനൽ മൗദി മഖൂഫിനാണെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് ഏൽപ്പിക്കുന്നതെങ്കിലും അതിന് ചിലവൊന്നുമില്ലെങ്കിലും അത് പേടിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇത്തരം സന്ദർഭത്തിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് സ്വീകരിക്കൽ നിർബന്ധമല്ല. വലാൽസബിന് മുഖത്തരിദ, കടം വാങ്ങിയ ആൾക്ക് നിർബന്ധമല്ല. അദ്ദഫ്ഉ ഫീ ഗൈരി മഹല്ലിൽ ഇഖ്റാദി, കടം കൊടുത്ത സ്ഥലത്തല്ലാത്തൊരു സ്ഥലത്ത് അതിനെ കൈമാറൽ നിർബന്ധമല്ല. ഇല്ലാ ഇദാ മിക്കുലി ഹംലിഹി മുഅനത്തുൻ, അങ്ങോട്ട് ചുമന്നു കൊണ്ടുപോകുന്നതിന് ചിലവ് ഇല്ലെങ്കിലൊഴികെ. ചിലവില്ലെങ്കിൽ പിന്നെ വേറെ സ്ഥലത്തൊന്നും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഔലഹു മുഅനത്തുൻ, അതിന് ചിലവുണ്ട്. തഹമ്മലഹൽ മുഖ്രിദു, കടം നൽകിയ ആളത് ഏറ്റെടുക്കാനും തയ്യാറാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഏൽപ്പിക്കണം. ലാക്കിൻ പക്ഷേ ലഹു മുതാലബത്തുഹു, കടം നൽകിയ ആൾക്ക് കടം വാങ്ങിയ ആളോട് ആവശ്യപ്പെടാം. ഫീ ഗൈരി മഹല്ലിൽ ഇഖ്റാദി, കടം നൽകിയ സ്ഥലത്തല്ലാത്ത സ്ഥലത്ത് വെച്ച് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടാം. എന്ത് നൽകണമെന്ന് ആവശ്യപ്പെടാം? ബിഖീമത്തിൻ, ആ സാധനത്തിൻ്റെ വില, മിസ്ലിയായ സാധനത്തിൻ്റെ വില. എവിടെയുള്ള ഏത് സമയത്തുള്ള വില? ബി മഹല്ലിൽ ഇഖ്റാദി വഖ്തൽ മുതാലബത്തി, ആ വില ആവശ്യപ്പെടുന്ന സമയത്ത് കടം കൊടുത്ത സ്ഥലത്തുള്ള വില നൽകാൻ വേണ്ടി ആവശ്യപ്പെടാം. സാധനത്തിന് പകരം വില നൽകാൻ വേണ്ടി ആവശ്യപ്പെടാം. ഏതിൽ? ഫീമാലി നഖ്ലിഹി മുഅനത്തു, നീക്കം ചെയ്യുന്നതിന് കൊണ്ടുപോകുന്നതിന് ചിലവുള്ളതിൽ. വലം യതഹമ്മൽഹൽ മുഖ്രിദു, കടം നൽകിയാൾ വഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ. ജവാസിന് എത്തിയാതേനു, കാരണം കടം കൊടുത്ത സാധനത്തിന് പകരം മറ്റൊന്ന് വാങ്ങൽ ജായിസാണല്ലോ. ജാസലി മുഖ്രിദിന്, കടം നൽകിയ ആൾക്ക് ജായിസാണ് നഫ്ഉൻ, ഒരു ഉപകാരം സ്വീകരിക്കൽ. യസ്ലുഹു, അയാൾക്ക് ചേരുന്ന ഉപകാരം. മിൻ മുഖ്തരദിൻ, കടം വാങ്ങിയ ആളിൽ നിന്ന് മുഖ്രിദിന് ലഭിക്കുന്ന ഒരു ഉപകാരം. കദ്ദിസായിദി ഖദ്റൻ ഔ സിഫത്തൻ, അളവിലോ ഗുണത്തിലോ ഒക്കെ വർധനവുള്ളതിനെ തിരിച്ചു നൽകും പോലെ. അവൽ അജ്വദിയാന് റദി, താഴ്ന്ന സാധനത്തിന് മുന്തിയത് വാങ്ങും പോലെ. പക്ഷേ ബിലാ ഷർത്തി മിൻ അഖ്ദി, ഇടപാടിൽ നിബന്ധന വെക്കാതെ. ബൽ, മാത്രമല്ല യുസന്നദാലിക, അത് സുന്നത്താണ്. ലി മുഖ്തരദിൻ, കടം വാങ്ങിയ ആൾക്ക്. ഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖിയാറക്കും അഹ്സനക്കും ഖദാഅ വലാ ഇക്റഹുൽ മുഖ്രിദി, മുഖ്രിദിന് കറാഹത്തില്ല, അഖ്ദു, അത് വാങ്ങലും കറാഹത്തില്ല. ഇതുപോലെ ഖബൂലി ഹദിയതിഹി, കടം വാങ്ങിയാളുടെ സമ്മാനങ്ങൾ സ്വീകരിക്കും പോലെ അത് കറാഹത്തില്ലല്ലോ. വലോ ഫി റിബവി, റിബവിയായ വസ്തുക്കളിലാണെങ്കിൽ പോലും അത് സുന്നത്താണ്. വൽ ഔജഹു, പ്രബലം, അന്നൽ മുഖ്രിദ, കടം നൽകിയാൾ യംലിക്കു സായിദ, അധികമായി കിട്ടുന്നതിന് ഉടമയാക്കും. ഗൈരി ലഫ്ദിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ തന്നെ. യന്നഹു വഖഅത ബൈൻ, കാരണം അത് കടത്തിന് അനുബന്ധമായിട്ട് സംഭവിച്ചതാണല്ലോ. വഅയ്ദൻ, മാത്രമല്ല ഫഹുവ, അത് യുഷ്ബിഹുൽ ഹദിയത, സമ്മാനത്തോടാണ് തുല്യമാകുന്നത്. സമ്മാനത്തിൽ എന്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇജാബും ഖബൂലും വേണ്ടല്ലോ. മാത്രമല്ല വൽ ഔജഹു അന്നൽ മുഖ്തരിദ ഇദാ ദഫ അക്തറ മിമ്മാലി, കടം വാങ്ങിയ ആൾ തനിക്ക് ബാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ കടക്കാരന് നൽകിയാൽ. വദ്ദ, എന്നിട്ട് പിന്നീട് വാദിച്ചു അന്നഹു ഇന്നമാ ദഫ ദാലിക, അയാളത് നൽകിയത് ലന്നൻ അന്നഹുല്ലദി അലി, അതാണ് അയാളുടെ മേലെ ബാധ്യതയായത് എന്ന ധാരണ കൊണ്ട് മാത്രമാണ് എന്ന് വാദിക്കുകയും ചെയ്താൽ ഹനഫ, അവൻ കോടതിയിൽ സത്യം ചെയ്യണം. റജാഫിഹി, അധികമായി നൽകിയത് തിരിച്ചു വാങ്ങുകയും ചെയ്യണം. ശരി, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.